ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം തുടരുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുമായി പ്രധാനമന്ത്രി ഇന്ന് കൊളംബോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുര കുമാര ദിസനായകയെ സമ്മാനിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രി ശ്രീലങ്കയിൽ എത്തിയത്. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായി വിശേഷിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് പാമ്പൻ പാലം. ചടങ്ങിൽ രാമേശ്വരത്ത് നിന്ന് പാമ്പൻ പാലത്തിലൂടെ താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് 2.08 കിലോമീറ്ററാണ് ദൈർഘ്യം. 2025 വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകൾ തിരുത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. 1995 വഖഫ് നിയമത്തിന് മുൻപും 1995 വഖഫ് നിയമത്തിന് അനുസൃതമായും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്വത്തും റദ്ദാക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്വത്തുക്കളിൽ സുതാര്യതയും അവ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുമാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം പോർച്ചുഗലും സ്ലോവാക് റിപ്പബ്ലിക്കും സന്ദർശിക്കും. ഈ മാസം 7-ന് പോർച്ചുഗലിൽ എത്തുന്ന രാഷ്ട്രപതി പോർച്ചുഗൽ പ്രസിഡന്റ് മാഴ്സലോ റെബലോ ഡിസൂസയുമായി പ്രതിനിധിതല ചർച്ച നടത്തും. തുടർന്ന് ഈ മാസം 9-നും 10-നും രാഷ്ട്രപതി സ്ലോവാക്യയിൽ പര്യടനം നടത്തും. കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 141 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നിരോധിത മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിന് 149 പേരാണ് അറസ്റ്റിലായത്. ആകെ 2276 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിൽ ആരംഭിക്കുന്ന സംവിധാനം 1 മാസത്തിനകം മറ്റ് ആശുപത്രികളിൽ കൂടി സജ്ജമാക്കും. ഈ അധ്യയന വർഷത്തെ സൌജന്യ കൈത്തറി യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബുധനാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും. BJP സ്ഥാപക ദിനം നാളെ. തിരുവനന്തപുരത്തെ സംസ്ഥാന കാര്യാലയത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പതാക ഉയർത്തും. CPIMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ സമാപനമാകും. പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പാർട്ടി ജനറൽ സെക്രട്ടറിയെയും നാളെ തെരഞ്ഞെടുക്കും. കേരളത്തിൽ നിന്നുള്ള 175 പേരടക്കം 819 പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമാണ്. ഈ മാസം 9 മുതൽ ആരംഭിക്കുന്ന വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഓപ്പൺ ഫോറം നടത്തും. നയപരവും പ്രായോഗികവുമായ കാര്യങ്ങളിൽ സംയുക്ത പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് ചർച്ച. ഏപ്രിൽ 10-നാണ് സമവായം എന്ന ഈ സെഷൻ. മന്ത്രി MP രാജേഷും ഉന്നത ഉദ്യോഗസ്ഥരും സെഷനുകളിൽ പങ്കെടുക്കും. കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം നടന്നെന്ന വാർത്തയിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. എറണാകുളം ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായതിനെ തുടർന്നാണ് നടപടി. വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അടിസ്ഥാന തുല്യതാ ചട്ടക്കൂട് സ്ഥാപിക്കാൻ UGC തീരുമാനം. വിദേശ സ്കൂളുകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള യോഗ്യതകൾ അംഗീകരിക്കുന്നതിന് സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ ഒരു സംവിധാനം കമ്മീഷൻ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് UGC അറിയിച്ചു. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൊല്ലം തീരത്ത് ഇന്നും നാളെയും, തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മിനിമം മാർക്ക് അടിസ്ഥാനത്തിലുള്ള 8ാം ക്ലാസ് പരീക്ഷയുടെ പൂർണ്ണ രൂപത്തിലുള്ള ഫലപ്രഖ്യാപനം നാളെ നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഓരോ വിഷയത്തിലും 30% മാർക്ക് നേടാത്ത കുട്ടികൾക്ക് ഈ മാസം 8 മുതൽ 24 വരെ അധിക പിന്തുണാ ക്ലാസുകൾ നടത്താനാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രക്ഷകർത്താക്കളെ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 25 മുതൽ 28 വരെ പുനഃപരീക്ഷ നടത്തി ഫലങ്ങൾ ഏപ്രിൽ 30-ന് പുറത്തുവിടും. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 25 റൺസ് ജയം. 184 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ചെന്നൈക്ക് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺ എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 2ാം മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ രാജസ്ഥാൻ 14 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.